ഹായ്, എല്ലാവർക്കും സെറാ ലെണിക്സിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ടെസ്റ്റ് പേപ്പർ അല്ലെ നമ്മൾ ഇട്ടിരുന്നായിരുന്നു. സിമ്പിൾ ഇൻട്രസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളായിരുന്നു ഇപ്രാവശ്യം ടെസ്റ്റ് പേപ്പറിൽ ഉണ്ടായിരുന്നത് അല്ലേ? അപ്പൊ ആ ടെസ്റ്റ് പേപ്പറിലെ ചോദ്യങ്ങളൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും എനിക്ക് അറിയാം. എന്നാലും നമുക്കതിൽ കുറച്ച് സിമ്പിൾ ആയിട്ട് എങ്ങനെ, അതായത് നിങ്ങൾ ചിലപ്പോൾ ഈ പറഞ്ഞ ഇക്വേഷൻസും മറ്റു കാര്യങ്ങളും ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ഇക്വേഷൻസ് ഇല്ലാതെ നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളത് ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഡൗട്ട് ഉണ്ടെങ്കിൽ അത് എങ്ങനെയാണ് എളുപ്പത്തിൽ ചെയ്യുക എന്നുള്ളതുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കുന്നത്. സോ റെഡി അല്ലേ? അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? യെസ്, എന്തായിരുന്നു ആദ്യത്തെ ചോദ്യം? Find the simple interest earned by investing rupees 30,000 at an interest rate of 10% per annum for 2 years എന്നുള്ളതായിരുന്നു ചോദ്യം അല്ലേ? അപ്പൊ നമുക്കറിയാം എങ്ങനെയാണ് നമ്മൾ എന്താണ് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിക്ഷേപിക്കുന്ന പൈസയ്ക്ക് എല്ലാ വർഷവും സെയിം എമൗണ്ട് പലിശ തരുന്ന ഏർപ്പാടിനെ വിളിക്കുന്ന പേരാണ് സിമ്പിൾ ഇൻട്രസ്റ്റ് അല്ലെ? ഇപ്പോ 30,000 രൂപയാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ എന്റെ പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാണ്? 30,000 ആണ് അല്ലെ? അപ്പൊ ഞാൻ ഇട്ടിരിക്കുന്ന പൈസ എത്രയാണ്? 30,000 രൂപയാണ് പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണ്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആർ ഇസ് ഇക്വൽ ടു 10% per annum. അതിന്റെ അർത്ഥം എന്താ? ഒരു വർഷത്തിൽ 100 രൂപ ഞാൻ നിക്ഷേപിച്ചാൽ എനിക്ക് 10 രൂപ തരാം എന്നുള്ളതാണ്. അപ്പൊ 30,000ന്റെ 10% എത്രയാണെന്ന് കാണാം. 100ൽ 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണല്ലോ പെർസെന്റേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ 30,000ന്റെ 10% എത്രയാണ്? 30,000ന്റെ 10% എത്രയാ? 3,000 ആണ് അല്ലെ? അപ്പൊ ഒരു വർഷം എനിക്ക് എത്ര രൂപയാണ് അവർ ഇൻട്രസ്റ്റ് ആയിട്ട് തരിക? 3,000 രൂപയാണ് വർഷം തരിക അല്ലെ? ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷത്തേക്ക് 100 രൂപയ്ക്ക് ഇത്ര രൂപ തരാം. 100 രൂപയ്ക്ക് 10 രൂപ തരാന്ന് തോന്നുന്നു. അപ്പൊ 30,000 രൂപയ്ക്ക് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 30,000ന്റെ 10% കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ ഒരു വർഷം എനിക്ക് എത്ര രൂപ തരാന്ന് പറഞ്ഞിട്ട് 3,000 രൂപ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ 2 വർഷം കൊണ്ട് സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ പ്രത്യേകത എന്താ? എല്ലാ വർഷവും സെയിം പലിശയാണ് കിട്ടുക അല്ലെ? അപ്പൊ അങ്ങനെ 2 വർഷം കൊണ്ട് എത്ര രൂപയായിരിക്കും കിട്ടുക? 3,000 പ്ലസ് 3,000 എത്ര രൂപയാണ് കിട്ടുക? 6,000 രൂപയായിരിക്കും എനിക്ക് കിട്ടുന്നുണ്ടാവുക അല്ലെ? സോ അപ്പൊ ഇവിടുത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയാണ്? 6,000 രൂപയാണ്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുക? നമ്മൾ ഇടുന്ന പൈസയുടെ എത്ര പെർസെന്റേജ് ആണ് നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് തരാന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കുക. അത്രയും പെർസെന്റേജ് കണ്ടുപിടിക്കുക. അത് ഒരു വർഷത്തേക്ക് എനിക്ക് കിട്ടുന്ന സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് അല്ലേ? അങ്ങനെ 2 വർഷത്തേക്കാണ് ചോദ്യമെങ്കിൽ 2 വർഷം കൊണ്ട് എത്ര രൂപ കിട്ടും നോക്കുക. 3 വർഷത്തേക്കാണ് ചോദ്യമെങ്കിൽ 3 വർഷം കൊണ്ട് എത്ര രൂപ കിട്ടും നോക്കുക. ഇത്രയുള്ളൂ പണി. എല്ലാ വർഷവും സെയിം പലിശ ആയിരിക്കും കിട്ടുക അല്ലേ? അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് വരുമ്പോൾ എന്താണ്? അടുത്ത ചോദ്യം എന്താണ്? സിമ്പിൾ ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഓൺ റുപ്പീസ് 3,500 at the end of 2 years is rupees 560 അല്ലെ? ഫൈൻഡ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്നുള്ളതാണ് ചോദിച്ചത്. അപ്പൊ 2 വർഷം കൊണ്ട് എനിക്ക് എത്ര രൂപയാണ് 3,500 രൂപയ്ക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്? 560 രൂപയാണ്. നമ്മൾ നോക്കേണ്ടത് അപ്പൊ ഒരു വർഷത്തേക്ക് എത്ര രൂപയായിരിക്കും കിട്ടാം എന്നുള്ളതാണ് അല്ലെ? ഒരു വർഷത്തേക്ക് എത്ര രൂപയായിരിക്കും കിട്ടുക? 560/2 അല്ലെ? കാരണം എല്ലാ വർഷവും സെയിം പലിശയാണ് കിട്ടുന്നെങ്കിൽ 2 വർഷം കൊണ്ട് 560 കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു വർഷത്തിൽ എത്ര ഉണ്ടാവും? 560/2 എത്ര കിട്ടും? 280 ആണ് കിട്ടിയിരുന്നത് അല്ലെ? അപ്പൊ 280 എന്ന് പറയുന്നത് ഒരു വർഷത്തെ പലിശയാണ് അല്ലെ? ഇനി നമ്മൾ എങ്ങനെയാ സാധാരണ പലിശ നിരക്ക് കണ്ടുപിടിക്കാം? നമ്മൾ നിക്ഷേപിച്ച പൈസയുടെ എത്ര റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തരാന്ന് പറഞ്ഞാൽ അത്രയും പെർസെന്റേജ് കാണുന്നതാണ് ഒരു വർഷത്തെ പലിശ അല്ലേ? അപ്പൊ ഈ 3,500ന്റെ ഞാൻ ഇട്ട പൈസ എത്രയാ? 3,500 അല്ലേ? ആ 3,500ന്റെ എത്രയോ പെർസെന്റേജ് ആണ് 280. അത് എത്ര പെർസെന്റേജ് ആണെന്ന് കണ്ടുപിടിച്ചാൽ പോരെ? 3,500ന്റെ 10% എത്രയാ? അത് എത്രയാണ്? 350. അപ്പൊ എന്തായാലും 10% അല്ല അല്ലെ? കാരണം 350 ആണ് 10% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും നമുക്ക് കിട്ടുന്നില്ല ഒരു വർഷം 280. അപ്പൊ എന്തായാലും 10നേക്കാൾ ചെറുതാണ്, നമുക്ക് ക്ലിയർ ആണ് അല്ലെ? ഇനി നമുക്ക് 8% എന്ന് കണ്ടുപിടിച്ച് നോക്കാം. 10% 350 ആണെങ്കിൽ അല്ലെ? ഈ 350 എത്ര കുറച്ചാൽ? 2% കുറച്ചാൽ, അതായത് 10% 350 ആണ്. ഇതിന്ന് 2% കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും? 8% കിട്ടും. എത്രയാണ് 2%? 3,500ന്റെ 1% എന്ന് വെച്ചാൽ എത്രയായിരിക്കും? 35 ആയിരിക്കും അല്ലെ? നമ്മൾ പെർസെന്റേജ് കണ്ടുപിടിക്കാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാണ്. 3,500ന്റെ 1% എന്ന് പറഞ്ഞാൽ 35. അപ്പൊ 2% എത്രയായിരിക്കും? 70 ആയിരിക്കും അല്ലെ? 350 70 തമ്മിലുള്ള ഡിഫറൻസ് എത്രയാ? 280 അല്ലെ? അത് തന്നെയല്ലേ ഇവിടെ തന്നിരിക്കുന്ന എമൗണ്ട്. സോ അപ്പൊ എത്ര പെർസെന്റേജ് ആണ്? 8% ഈസ് ദ ആൻസർ. അപ്പൊ 3,500ന് 2 വർഷത്തേക്ക് 560 പലിശ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു വർഷം കിട്ടിയ പലിശ എത്രയെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ 560/2 280 കിട്ടും. അത് ഒരു വർഷത്തെ പലിശയാണ്. അപ്പൊ എത്രയാണ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് വെച്ചാൽ 3,500ന്റെ എത്ര ശതമാനമാണ്? 280 എന്ന് കണ്ടുപിടിച്ചാൽ മതി. യെസ്, സോ അപ്പൊ 3,500 എത്ര ശതമാനമാണ് 280? 8% 280. ക്ലിയർ അല്ലേ? യെസ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകുമ്പോൾ എന്താണ്? കാൽക്കുലേറ്റ് ദ സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ റുപ്പീസ് 43,800 അറ്റ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 10% per annum for 100 days എന്നുള്ളതാണ്. ശരി, ഞാൻ ആദ്യം ചോദിക്കട്ടെ, എന്താണ് ഈ 10% per annum എന്ന് പറഞ്ഞാൽ? ഒരു വർഷത്തേക്ക് എനിക്ക് 10% പലിശ തരാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഒരു വർഷത്തേക്ക് എനിക്ക് എത്ര രൂപ കിട്ടുന്ന ആലോചിച്ച് നോക്കിയും. 43,800ന്റെ 10%. എത്രയാണ് 43,800ന്റെ 10%? അത് 4,380 ആയിരിക്കും
അല്ലെ? അത് ഒരു വർഷത്തേക്ക് കിട്ടുന്ന പലിശയാണ്. ഇനി ഇവിടെ നോട്ട് എ ലീപ്പ് ഇയർ എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിക്കുക, ലീപ്പ് ഇയർ അല്ലാത്ത വർഷങ്ങളിൽ എത്ര ദിവസമായിരിക്കും ഉണ്ടാവാം? 365 ദിവസം ഉണ്ടാവുക അല്ലെ? 4380 രൂപ എനിക്ക് കിട്ടുന്ന എത്ര ദിവസത്തേക്കാ? 365 ദിവസത്തേക്കാണ്. അപ്പൊ ഒരു ദിവസത്തേക്ക് എത്രയായിരിക്കും കിട്ടുക? 4350നെ 365 വെച്ച് ഹരിച്ചാൽ ഒരു ദിവസത്തെ പലിശ കിട്ടും അല്ലെ? ചോദ്യം എത്ര ദിവസത്തെയാണ്? 100 ഡേയ്സിന് എത്ര കിട്ടും എന്നുള്ളതാണ് ചോദ്യം. സോ ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ ഒരു ദിവസത്തെ പലിശയാണ് 4380 ഡിവൈഡഡ് ബൈ 365. 4380 ഒരു വർഷത്തെ പലിശ. ലീപ്പ് ഇയർ അല്ലാത്ത വർഷമായതുകൊണ്ട് തന്നെ 365 ദിവസമാണ് അവിടെ ഉണ്ടാവുക. അപ്പൊ 4380 ഡിവൈഡഡ് ബൈ 365 ചെയ്യുമ്പോൾ നമുക്ക് ഒരു ദിവസത്തെ പലിശ കിട്ടും. ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് 100 ദിവസത്തെ പലിശ കിട്ടും അല്ലെ? അപ്പൊ എത്രയായിരിക്കും വരിക? ഇതിനെ ചെറുതാക്കിയ പോരെ? ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിന് വേണ്ടിയിട്ട് 365 100 എന്തിൽ പോകുന്ന അറിയാം നമുക്ക്? 5 പോകുന്ന അറിയാം അല്ലെ? 365 5 എത്ര പ്രാവശ്യം പോകും? 36 5 7 പ്രാവശ്യം, 7 35. ബാക്കി ഒന്ന് ശേഷം 15 എത്ര പ്രാവശ്യം? 15 3 പ്രാവശ്യം. ഇപ്പൊ 73 എന്ന് കിട്ടി. ഇവിടെയോ 100 5 20 പ്രാവശ്യം അല്ലെ? ഇനി 73 4380. 73 ഇൻറ്റു എന്തെങ്കിലും കൊടുക്കുമ്പോൾ നമുക്ക് 430 കിട്ടുമെന്ന് ആലോചിച്ച് നോക്കി. 73 ഇൻറ്റു 6 ഗുണിക്കുമ്പോൾ എത്ര കിട്ടുക എന്ന് ആലോചിച്ച് നോക്കി. 73 ഇൻറ്റു 6 3 6 18 അല്ലെ? ബാക്കി ഒന്ന് ശേഷം 7 6 42 1 43 432 കിട്ടുന്നില്ലേ അല്ലെ? അപ്പൊ 73 ഇൻറ്റു 6 ആണ് 432. ഒരു പൂജ്യം കൂടെ ചേർക്കും. സോ അപ്പൊ എത്ര വരിക? 60 അല്ലെ? അപ്പൊ അതായത് അവിടെയുള്ള പൂജ്യം നമ്മൾ അതേപോലെ എഴുതി അയച്ചു. അപ്പൊ 4380 73 എത്ര പ്രാവശ്യം പോവാ? 60 പ്രാവശ്യം പോകും അല്ലെ? ഇനി ഈ 60 ഇൻറ്റു 20, 60 ഇൻറ്റു 20 എത്രയാണ്? 6 ഇൻറ്റു 2 12 2 പൂജ്യം. സോ 1200 രൂപയായിരിക്കും ഒരു വർഷത്തിൽ, സോറി ഒരു വർഷത്തിൽ 100 ദിവസത്തിൽ നമുക്ക് കിട്ടുന്ന പലിശ അല്ലെ? ഒരു വർഷത്തിൽ കിട്ടുന്ന പലിശ 4380. 100 ദിവസത്തിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം ഡിവൈഡഡ് ബൈ 365 ചെയ്യണം. ഇനിയിപ്പോ നോട്ട് എ ലീപ്പ് ഇയർ എന്നുള്ളത് പകരം എ ലീപ്പ് ഇയർ എന്നാണെങ്കിലോ, ലീപ്പ് ഇയർ ആണ് എന്ന് തന്നിട്ടുണ്ടെങ്കിലോ ഡിവൈഡഡ് ബൈ 366 ചെയ്യണം. അത്രേ ഉള്ളൂ. ഇൻറ്റു എത്ര ദിവസത്തേക്കാണ് എന്നുള്ളത് വെച്ച് ഗുണിക്കുക. അപ്പൊ ഒരു ദിവസത്തെ നമുക്ക് കിട്ടും 4350. ഒരു വർഷത്തെ പലിശ കണ്ടുപിടിച്ച് അതിനെ 365 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ദിവസത്തെ പലിശ കിട്ടും. ഇൻറ്റു നമുക്ക് എത്ര ദിവസത്തെയാണോ വേണ്ടത് അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലെ? അപ്പൊ നമുക്ക് എത്ര കിട്ടിയ? 1200 ആയിരിക്കും പലിശ. ഓക്കെ, യെസ്, മൂവിങ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഇഫ് എ certain sum amounts to rupees 6200 in 4 years and 8000 in 10 years at simple interest, find the rate of interest. അല്ലേ? സോ എന്താ സംഭവം? എന്താ തന്നിരിക്കുന്നത്? 4 വർഷം കൊണ്ട് 6200 രൂപയാവുകയും 10 വർഷം കൊണ്ട് 8000 രൂപയാവുകയും ചെയ്യുകയാണെങ്കിൽ എത്രയാണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്നുള്ളതാണ് ചോദ്യം. സോ എങ്ങനെ നമ്മളത് കണ്ടുപിടിക്കാം? നമ്മളത് കണ്ടുപിടിക്കണമെങ്കിൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ഈ 2 വർഷം കൊണ്ട് എത്ര രൂപ പലിശ കൂടി നോക്കും എന്ന് വെച്ചാൽ 4ാമത്തെ വർഷം മുതൽ 2 വർഷം കൊണ്ടല്ല 10 വർഷം കൊണ്ട്, സോറി 6 വർഷം കൊണ്ട്, 4ാമത്തെ വർഷം മുതൽ 10ാമത്തെ വർഷം വരെ എന്ന് പറയുമ്പോൾ 6 വർഷം അവിടെ കഴിഞ്ഞു പോയല്ലോ. 5ാമത്തെ 6ാമത്തെ 7ാമത്തെ 8ാമത്തെ 9ാമത്തെ 10ാമത്തെ 6 വർഷങ്ങൾ കഴിഞ്ഞു. ഈ 6 വർഷത്തിൽ എത്ര പലിശ കൂടി നോക്കുകയും ഇവിടെ പലിശയാണല്ലോ കൂടിയിട്ടുണ്ടാവുക അല്ലെ? അപ്പൊ 8000 രൂപയായി 10 വർഷം കൊണ്ട് 6200 രൂപ ഉണ്ടായിരുന്നത്. സോ 8000 മൈനസ് 1200 എത്ര വരിക? 0.08 അല്ലെ? ബാക്കി 1800 രൂപയാണ് ഈ ഒരു 6 വർഷം കൊണ്ട് കൂടിയിരിക്കുന്നത് അല്ലെ? സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ പ്രത്യേകത എന്താ? എല്ലാ വർഷവും ഒരേ എമൗണ്ട് ആയിരിക്കും കൂടുക അല്ലെ? എല്ലാ വർഷവും സെയിം എമൗണ്ട് കൂടുന്നതിന് പറയുന്ന പേരാണ് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്നുള്ളത്. സോ 6 വർഷം കൊണ്ട് 1800 രൂപ കൂടിയിട്ടുണ്ടെങ്കിൽ ഒരു വർഷത്തിൽ എത്ര വെച്ചിട്ടായിരിക്കും കൂടി ഉണ്ടാവുക? 1800/6 എത്ര വെച്ചിട്ടായിരിക്കും കൂടി ഉണ്ടാവുക? 18ൽ 6 പ്രാവശ്യം പോയി 3 പ്രാവശ്യം അല്ലെ? 2 പൂജ്യം 300 രൂപ വെച്ചിട്ടായിരിക്കും കൂടി ഉണ്ടാവുക അല്ലെ? ഓരോ വർഷവും 300 രൂപ വെച്ചിട്ടായിരിക്കും ഇവിടെ കൂടിയിട്ടുണ്ടാവുക ആണല്ലോ. യെസ്. അപ്പോ ഒരു വർഷത്തെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 300 ആണെങ്കിൽ ഈ 4 വർഷം കൊണ്ട് എത്ര രൂപ ഇൻട്രസ്റ്റ് കയറി ഉണ്ടാവും എന്ന് ആലോചിച്ച് നോക്കി. ഒരു വർഷത്തെ ഇൻട്രസ്റ്റ് 300 ആണെങ്കിൽ 4 വർഷം കൊണ്ട് എത്ര ഇൻട്രസ്റ്റ് കയറി ഉണ്ടാവും? ആദ്യത്തെ 4 വർഷത്തിൽ ഓരോ വർഷവും 300 വെച്ചിട്ട് 300 ഇൻറ്റു 4 എത്ര കയറി ഉണ്ടാവും? 1200 കയറി ഉണ്ടാവും അല്ലെ? ആദ്യം നമ്മൾ ചെയ്ത പരിപാടി എന്താ? ഈ 4ാമത്തെ വർഷം മുതൽ 10ാമത്തെ വർഷം വരെയുള്ള 6 വർഷം കൊണ്ട് എത്ര രൂപ ഇൻട്രസ്റ്റ് കയറി നോക്കി. അത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 8000 രൂപ 10 വർഷം കൊണ്ടാവുകയും 6200 രൂപ 4 വർഷം കൊണ്ടാവുകയും ചെയ്യുന്നുണ്ടെങ്കിൽ 8000 മൈനസ് 6200 1800 രൂപയാണ് അവിടെ കൂടിയിട്ടുള്ളത്. ആ 1800 എന്ന് പറയുന്നത് എത്ര വർഷം കൊണ്ട് കൂടിയതാണ്? 6 വർഷം കൊണ്ട് കൂടിയതാണ്. 1800/6 300 രൂപയായിരിക്കും ഒരു വർഷത്തിൽ കൂടിയിട്ടുണ്ടാവാം. അപ്പൊ അങ്ങനെ 300 രൂപയാണ് ഒരു വർഷത്തിൽ കൂടിയിട്ടുള്ളത് എന്നതിന്റെ അർത്ഥം എന്താണ്? ഇവിടെ നമുക്കറിയാം സിമ്പിൾ ഇൻട്രസ്റ്റ് ആകുമ്പോൾ എല്ലാ വർഷവും സെയിം പലിശ കിട്ടാം അല്ലെ? എല്ലാ വർഷവും കിട്ടുന്ന എത്ര രൂപ വെച്ചിട്ടാ? 300 രൂപ വെച്ചിട്ടാ. അപ്പൊ ആദ്യത്തെ വർഷം മുതൽ നമുക്ക് 300 രൂപ വെച്ചിട്ടായിരിക്കും കിട്ടുന്നുണ്ടാവാം. അപ്പൊ 300 ആദ്യം കിട്ടി, 2ാമത്തെ വർഷം 300 കിട്ടി, 3ാമത്തെ വർഷം 300 കിട്ടി, 4ാമത്തെ വർഷവും 300 കിട്ടി. അപ്പോ ഈ 6200 എത്ര രൂപ? 1200 രൂപ പലിശയാണ്.
അപ്പൊ എത്ര രൂപയായിരിക്കും ഇട്ടിട്ടുണ്ടാവാം? 6200 മൈനസ് 1200 എന്ന് വെച്ചാൽ 4 വർഷം കൊണ്ട് 6200 ആയി. അതിൽ 1200 രൂപ പലിശയാണ്. സോ അപ്പൊ ഞാൻ ഇട്ട പൈസ എത്രയാ? 6200 മൈനസ് 1200, 5000 രൂപയാണ് ഞാൻ ഇട്ട പൈസ, അല്ലെ? സോ ഈ 5000 രൂപയുടെയാണ് 300 രൂപ വെച്ച് നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. 5000 രൂപയിലാണ് 300 രൂപ വെച്ച് ഇൻട്രസ്റ്റ് കിട്ടിക്കൊണ്ടിരുന്നത്. 5000ത്തിന്റെ എത്ര പെർസെന്റേജ് ആണ് 300? 5000ത്തിന്റെ 1% എത്രയാ? 50 ആണ്, അല്ലെ? 5000ത്തിന്റെ 1% പറഞ്ഞാൽ 50 ആണ്. അപ്പൊ ആ 50 വെച്ച് 300 ആവണമെങ്കിൽ 50ന് എത്ര കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് 300 കിട്ടാം? 50ന് 6 കൊണ്ട് ഗുണിച്ചാൽ 300 കിട്ടാം, അല്ലെ? അപ്പൊ എത്ര ശതമാനമായിരിക്കും? 6% ആയിരിക്കും അവിടുത്തെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ 6% is the rate of interest. ഓക്കെ, അപ്പൊ 4 വർഷം കൊണ്ട് 6200 ആവുകയും 10 വർഷം കൊണ്ട് 8000 രൂപയാവുകയും ചെയ്തു എന്ന് പറഞ്ഞു, അല്ലെ? അപ്പൊ അതിന് നമ്മൾ വ്യത്യാസം കണ്ടുപിടിച്ചപ്പോ 1800 ആണ്. ആ ഒരു 6 വർഷം കൊണ്ട് കൂടിയത്, 4ാമത്തെ വർഷം മുതൽ 10ാമത്തെ വർഷം വരെയുള്ള 6 വർഷം കൊണ്ട് 1800 രൂപയാണ് കൂടിയെന്നുള്ളത് നമുക്ക് കിട്ടി. എന്ന് വെക്കുമ്പോൾ ഓരോ വർഷം എത്ര കൂടിയെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 1800/6 ചെയ്തപ്പോൾ നമുക്ക് 300 രൂപ വെച്ചിട്ടാണ് ഇൻക്രീസ് എന്നുള്ളത് കിട്ടി. എന്ന് വെച്ചാൽ സിമ്പിൾ ഇൻട്രസ്റ്റ് അവിടെ ഓരോ വർഷവും കിട്ടുന്ന സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 300 ആണെന്ന് മനസ്സിലായി. അപ്പൊ അങ്ങനെ ആവുമ്പോൾ ആദ്യത്തെ 4 വർഷം കൊണ്ട് 300 × 4 1200 രൂപയാണ് അവിടെ കൂടിയിട്ടുണ്ടാവുക, അല്ലെ? സോ 6200 1200 രൂപയും പലിശയാണ്. അപ്പൊ ഞാൻ നിക്ഷേപിച്ച പൈസ എത്രയാ? 5000 ആണ്. നമ്മൾ എങ്ങനെയാണ് സാധാരണ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ സാധാരണ പലിശ കണ്ടുപിടിക്കുക? ഞാൻ ഇട്ട പൈസയുടെ ഇത്ര റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്നുള്ളതാണ്. 5000 രൂപയാണ് ഞാൻ ഇട്ടെന്നുള്ള നമുക്ക് കിട്ടി. 300 രൂപയാണ് ഓരോ വർഷം കിട്ടുന്ന പലിശ എന്ന് കിട്ടി. സോ 5000ത്തിന് എത്ര ശതമാനമാണ് 300 എന്ന് ആലോചിച്ചാൽ മതി. 5000ത്തിന് എത്ര ശതമാനമായിരിക്കും 300? 6% ആയിരിക്കും, അല്ലെ? സോ ആൻസർ കിട്ടി, സിമ്പിൾ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താ? At what rate of simple interest a certain sum will be double in 11 years എന്നുള്ളതാണ് ചോദ്യം. നമുക്കറിയാം ഒരു എമൗണ്ട് ഡബിൾ ആവാൻ എടുക്കുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണെന്ന് ചോദിച്ചാൽ R is equal to 100 divided by n ആണ് ഇക്വേഷൻ. തിരിച്ച് കാലം കൊണ്ട് ഇത്ര റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഡബിൾ ആവുമെന്ന് ചോദിച്ചാൽ n is equal to 100 divided by r ആണ് ഇക്വേഷൻ. ഡബിൾ ആവേണ്ട കേസ്, അല്ലെ? ട്രിപ്പിൾ ആവേണ്ട കേസ് ആണെങ്കിൽ 200 by എന്ന ഇക്വേഷൻ മാറും. 200 by n, r ആണ് കണ്ടുപിടിക്കണമെങ്കിൽ, n ആണ് കണ്ടുപിടിക്കണമെങ്കിൽ 200 by r ആണ് വരിക, അല്ലെ? ഇനി 4 ടൈംസ് ആവുകയാണെങ്കിൽ 300 by, 5 ടൈംസ് ആവുകയാണെങ്കിൽ 400 by. അപ്പൊ r is equal to 100 divided by n. So that means 100 divided by n എത്രയാ? 11. So 100 by 11 നമുക്കറിയാം എത്രയാണ്? നമ്മൾ പെർസെന്റേജ് പഠിച്ചിട്ടുണ്ടായിരുന്നു 9 ആണ്. അല്ലെങ്കിൽ നമ്മൾ ആലോചിക്കുക 100ല് 11 എത്ര പ്രാവശ്യം പോവും? 100ൽ 11 എത്ര പ്രാവശ്യം പോവും? 9 പ്രാവശ്യം, അല്ലെ? 99 പോയി, ബാക്കി 1 ശിഷ്ടം. ആ 1 മുകളിൽ എഴുതി, ഡിവൈഡഡ് ബൈ 11 താഴെ എഴുതി. സോ 9 1/11% ആൻസർ. ക്ലിയർ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ. യെസ്, നമ്മൾ ഇനി ഡാറ്റ ഇന്റർപ്രിട്ടേഷനിലെ ക്വസ്റ്റ്യൻസിലേക്കാണ് പോകുന്നത്. ഏറ്റവും ആദ്യം തന്നെ പറയട്ടെ, ഈ ക്വസ്റ്റ്യൻസ് ഈ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ക്വസ്റ്റ്യനിലെ ഈ ഒരു ടേബിളും ഈ ഒരു ക്വസ്റ്റ്യനും, ഈ ഒരു ക്വസ്റ്റ്യൻ അല്ല, ഈ ഒരു ടേബിള് നിങ്ങൾക്ക് തന്നതാണ്. ഓക്കെ, ഇതിലെ ആദ്യത്തെ ഒരു 3 ക്വസ്റ്റ്യൻ ഞാൻ ഇട്ട ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷെ ബാക്കിയുള്ള 2 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആ ഡാറ്റ ഇന്റർപ്രിട്ടേഷനിലെ ചോദ്യത്തിൽ തന്നെ ചോദിച്ച ചോദ്യമാണ്. ഓക്കെ, സോ 5 ചോദ്യങ്ങളായിരിക്കും മൊത്തത്തിൽ ഒരു ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ഉണ്ടാവുക എന്ന് നമുക്കറിയാലോ. സോ ഈ ഒരു ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിച്ചതാണ്. പക്ഷെ ഇതിലെ ആദ്യത്തെ 3 ചോദ്യങ്ങൾ നമ്മളിപ്പോൾ തൽക്കാലം നിങ്ങൾക്ക് ഒന്ന് സിമ്പിൾ ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇട്ടിരിക്കുന്നത്. ബാക്കി 2 ക്വസ്റ്റ്യൻസും അവസാനത്തെ 2 ക്വസ്റ്റ്യൻസും എക്സാമിന് ചോദിച്ച ചോദ്യങ്ങൾ തന്നെയാണ്. ഓക്കെ, സോ എന്തായിരുന്നു ആദ്യത്തെ ചോദ്യം? ഇഫ് ദ എമൗണ്ട് റിസീവ്ഡ് ബൈ എഫ് ഈസ് ₹67,200 then find the rate of interest എന്നുള്ളതാണ് പറഞ്ഞേക്കണം, അല്ലേ? സോ നമുക്ക് എഫിന്റെ കേസിൽ നമ്മളിവിടെ ക്വസ്റ്റ്യനിലേക്ക് നോക്കുമ്പോൾ എഫിന്റെ കേസിൽ നമുക്ക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അറിയില്ല. 2 വർഷത്തേക്കാണ് നിക്ഷേപിച്ചിരിക്കുന്നത് അറിയാം. പൈസ 60,000 ആണെന്ന് അറിയാം. സോ ദാറ്റ് മീൻസ് ഇവിടെ കിട്ടിയ എമൗണ്ട് ഇപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ട് 67,200 ആണ്. സോ ദാറ്റ് മീൻസ് എത്ര രൂപയാണ് അവിടെ കിട്ടിയിരിക്കുന്നത്? 2 വർഷം കൊണ്ട് 7,200 രൂപയാണ് 2 വർഷം കൊണ്ട് എക്സ്ട്രാ കിട്ടിയിരിക്കുന്നത്. കാരണം 60,000 ഇട്ട സാധനം എത്ര രൂപയായി? 67,200 രൂപയായി. 60,000 ആയിരുന്നു പ്രിൻസിപ്പൽ, അത് നമുക്ക് എമൗണ്ട് റിസീവ്ഡ് എത്രയായി? 67,200 ആയി. സോ ദാറ്റ് മീൻസ് എത്ര രൂപ അവിടെ കൂടി? 7,200 രൂപയുടെ പലിശയുടെ കൂടി. എത്ര വർഷം കൊണ്ടാ കൂടിയേ? 2 വർഷം കൊണ്ടാ കൂടിയേ, അല്ലെ? അപ്പൊ 7,200/2. അപ്പൊ ഒരു വർഷത്തിൽ എത്ര കൂടിയേക്കണം? 3,600 രൂപയാണ് ഒരു വർഷത്തിൽ കൂടിയിരിക്കുന്നത്. സോ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഈ 60,000നെ ഞാൻ ഇട്ട പൈസയുടെ എത്ര ശതമാനമാണ് 3,600 എന്ന് കണ്ടുപിടിച്ചാൽ നമുക്ക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കിട്ടില്ലേ? 60,000ത്തിന് എത്ര ശതമാനമായിരിക്കും 3,600? 60,000ത്തിന്റെ 1% എത്രയായിരിക്കും? 600 ആയിരിക്കും, അല്ലെ? 600 × 6 അല്ലേ 3,600? അപ്പൊ 1% × 6 എത്ര ശതമാനമായിരിക്കും ആൻസർ? 6% ആയിരിക്കും ആൻസർ. സോ 6% is the answer.
ചെയ്യാം. യെസ്, ഇതിനൊക്കെ ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യാട്ടോ. പക്ഷെ ഞാൻ ഇക്വേഷൻസ് ഉപയോഗിച്ച് ചെയ്യാത്തതിന്റെ റീസൺ നമുക്കത് ഇക്വേഷൻസ് ഇല്ലാതെ തന്നെ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റണം എന്നുള്ളത് കൊണ്ടാണ്. സോ അത് മാക്സിമം അങ്ങനെ തന്നെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കുക. ഇൻ കേസ് നിങ്ങൾക്ക് ഇതിൽ ഡൗട്ട് വരികയാണെങ്കിൽ ഇതൊന്ന് പോസ് ചെയ്തതിനു ശേഷം വീണ്ടും ഈ വീഡിയോ മീൻസ് ഈ ഒരു ഭാഗം ഒന്നുകൂടെ കാണാം. എന്നിട്ടും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ ചോദിച്ചോളൂ, അല്ലെങ്കിൽ നിങ്ങൾ എന്റെ അടുത്ത് നേരിട്ട് ചോദിച്ചോളൂ. അപ്പൊ ഞാൻ പറഞ്ഞുതരാം. അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഇഫ് ഈ ഇൻവെസ്റ്റഡ് ദ എമൗണ്ട് ഫോർ 3 years, ഈയുടെ കേസിൽ നമ്മളിവിടെ 3 വർഷത്തേക്കാണ് നിക്ഷേപിച്ചതെന്ന് വിചാരിക്കാം. ദെൻ ഫൈൻഡ് ദ എമൗണ്ട് ഹി വിൽ ഗെറ്റ് ആഫ്റ്റർ 3 years എന്ന് വെച്ചാൽ എമൗണ്ട് റിസീവ്ഡ് എത്രയാണെന്നുള്ളതാണ് ചോദ്യം അല്ലെ. സോ നമുക്കറിയാം 20,000 രൂപയാണ് നിക്ഷേപിച്ചിരിക്കുന്നത്. 8% ബാങ്ക് തരാന്ന് പറഞ്ഞ പലിശ. സോ 20,000ത്തിന് 8% എത്രയായിരിക്കും? ഈയുടെ കേസിൽ അല്ലെ 20,000ത്തിന് 8% എത്രയായിരിക്കും? 20,000ത്തിന് 1% 200 ആണ്. സോ 8% എന്ന് പറയുമ്പോൾ 200 into 8 അല്ലെ. 1% into 8 ചെയ്യുമ്പോൾ 8% കിട്ടില്ലേ? 1% 200 ആണെങ്കിൽ 200 into 8 1600 ആയിരിക്കും നമുക്ക് കിട്ടുന്ന പലിശ. അത് 3 വർഷം കൊണ്ട് എത്ര രൂപയാവും ആലോചിച്ച്? 1600 into 3 4800. സോ എത്ര രൂപയായിരിക്കും? ഇത് പലിശയാണ്. ചോദ്യം എന്താ? അപ്പൊ നമുക്ക് കണ്ടോ ഇവിടെ ഒരു 4800 ഉണ്ട്. നമ്മൾ പെട്ടെന്ന് 4800 കിട്ടിയതിന്റെ ഒരു സന്തോഷത്തില് ഇങ്ങനെ ഒരു ആൻസർ എഴുതി വെക്കാൻ സാധ്യതയുണ്ട്. ബട്ട് ദ ക്വസ്റ്റ്യൻ ഈസ് എമൗണ്ട് റിസീവ്ഡ് ആണ്, നോട്ട് ദ സിമ്പിൾ ഇൻട്രസ്റ്റ്. എത്ര രൂപ കിട്ടുന്നുള്ളതാണ്. അപ്പൊ 20,000 ഞാൻ ഇട്ടിട്ടുണ്ട്, അതിനോടൊപ്പം ഒരു 4800 കൂടെ കിട്ടും. സോ 20,000 പ്ലസ് 4800 എത്ര രൂപയായിരിക്കും കിട്ടാം? 24,800 രൂപയായിരിക്കും അയാൾക്ക് അവിടെ കിട്ടി. ക്ലിയർ അല്ലേ? മൂവിംഗ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. യെസ്, ഈ ക്വസ്റ്റ്യൻ മുതൽ നമുക്ക് എക്സാമിന് ചോദിച്ചാണ്. അപ്പൊ ആദ്യത്തെ 2 ക്വസ്റ്റ്യൻ മാത്രമേ ഞാൻ എവിടെ നിന്നിട്ടുള്ളൂ? എന്റെ കയ്യിൽ നിന്നിട്ടുള്ളൂ. ബാക്കി 3 ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിച്ച ചോദ്യങ്ങളാണ്. ഓക്കെ, എന്താണ് ഇവിടുത്തെ ചോദ്യം? ഇഫ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് റിസീവ്ഡ് ബൈ എ ആൻഡ് സി ഇസ് ഇൻ ദ റേഷ്യോ 2:3. അല്ലെ, എക്കും സിക്കും കിട്ടിയിരിക്കുന്ന അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന സാധനം എ ഈസ് 2:3 ആണ് അല്ലെ. അപ്പൊ നോക്കൂ ഇവിടെ എയുടെ നമുക്കറിയാം, ജസ്റ്റ് എ സെക്കൻഡ്. ഓക്കെ, എ ഈസ് ടു സി, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഫോർ എ ഈസ് ടു സി എത്രയാണ്? 2:3 ആണ് അല്ലെ. സോ അവിടെ എയുടെ കേസിൽ നമുക്കറിയാം 6% ആണെന്ന് അറിയാം. സോ അപ്പൊ എത്രയായിരിക്കും സിയുടെ കേസിൽ? 2 into 3 ആണ് 6%. 2നെ 3 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് 6% കിട്ടും. അതേ 3 വെച്ച് ഇവിടെയും ഗുണിക്കാം. സോ 3 into 3 എത്രയായിരിക്കും വരിക? 9% is the rate of interest that C is offering അല്ലെ. സി എത്ര പെർസെന്റേജ് തരുന്നത്? 9% ആണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്നുള്ളത് കിട്ടി. So then what is the question? Then the money invested by C will get doubled in dash years. അപ്പൊ നമുക്കറിയാം ഒരു എമൗണ്ട് നിക്ഷേപിച്ചു കഴിഞ്ഞാൽ അത് ഡബിൾ ആവണമെങ്കിൽ അല്ലെ, അത് ഡബിൾ ആവണമെങ്കിൽ എത്ര സമയമാണ് എടുക്കുക? നമ്മളിപ്പോ പഠിച്ചോളൂ, ഒരു ക്വസ്റ്റ്യനിൽ കണ്ടുള്ളൂ 100 divided by അല്ലെ. അവിടുത്തെ എമൗണ്ട് ഒന്നും നിങ്ങൾ നോക്കണ്ട, ഇവിടെ എമൗണ്ട് തന്നിട്ടില്ലല്ലോ എന്നൊന്നും ഓർത്ത് ബേജാറാവണ്ട. ഇത്രേ ഉള്ളൂ. എത്ര എമൗണ്ട് നിക്ഷേപിച്ചാലും അത് ഡബിൾ ആവാൻ എടുക്കുന്ന ടൈം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 100 divided by r. എത്ര ടൈം എടുക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ സോ 100 divided by 9. സിയുടെ ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ്? 9 അല്ലേ. സോ 100 divided by 9 എത്രയാ? നമുക്കറിയാം ഇറ്റ്സ് 11.9% അല്ലെ. സോ നമുക്ക് ഇവിടെ ചെറുതാക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. 9 ഒരു പ്രാവശ്യം അല്ലെ, ഒരു 9 ബാക്കി വീണ്ടും ഒന്ന് ശിഷ്ടം, വീണ്ടും 1 0 എഴുതുമ്പോൾ 10 9 എത്ര പ്രാവശ്യം പോകും? ഒരു പ്രാവശ്യം പോകും. ഒരു 9 ബാക്കി 1 ശിഷ്ടം divided by 9. സോ 11/9 ആയിരിക്കും. അത്രയും സമയം എടുത്തിട്ടായിരിക്കും ആ എമൗണ്ട്. സിമ്പിൾ അല്ലേ? യെസ്. അപ്പൊ ആ ഒരു ഇക്വേഷൻ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഈ ചോദ്യം സിമ്പിൾ ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലേ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഇഫ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഇൻട്രസ്റ്റ് റിസീവ്ഡ് ബൈ ഇ ആൻഡ് ബി ഈസ് 4,200 അല്ലേ. ഓക്കെ, അപ്പൊ എന്താണ് തന്നിരിക്കുന്നത്? ഇൻട്രസ്റ്റ് റിസീവ്ഡ് ബൈ ഇ ആൻഡ് ബി ഈസ് ₹4,200 അല്ലെ. ഇയും ബിയും തമ്മിലുള്ള ഇൻട്രസ്റ്റിന്റെ വ്യത്യാസം എന്ന് പറയുന്നത് 4,200. ഓക്കെ, ആൻഡ് ഇ ഇൻവെസ്റ്റഡ് ഹിസ് മണി ഫോർ ഡബിൾ ദ ടൈം പീരീഡ് ഫോർ വിച്ച് ബി ഇൻവെസ്റ്റഡ് ഹിസ് മണി. ബി എത്ര കാലത്തേക്ക് നിക്ഷേപിച്ചു? അതിന്റെ ഇരട്ടി സമയത്തേക്ക് ആര് നിക്ഷേപിച്ചിരിക്കുന്നത്? ഇ നിക്ഷേപിച്ചിരിക്കുന്നു അല്ലെ. ബി എത്ര കാലത്തേക്ക് നിക്ഷേപിച്ചു? നമുക്കറിയാം ബിയുടെ ടൈം ഇവിടെ തന്നിട്ടില്ല, ഇയുടെ ടൈം ഇവിടെ തന്നിട്ടില്ല അല്ലെ. then the amount received by E is എന്നുള്ളതാണ് ചോദ്യം ആണല്ലോ. യെസ്, നമുക്ക് ഇവിടെ അറിയാം പിക്ക് പ്രിൻസിപ്പൽ എത്രയാണ്? 30,000 ആണ് അല്ലെ. അവിടുത്തെ ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ്? 6% ആണ്. 30,000ത്തിന്റെ 6% എത്രയാണ് വരിക? 1,800 ആണ് ഒരു വർഷം കിട്ടുന്നത് എന്ത് എമൗണ്ട് അല്ലെ. അപ്പൊ 1,800 രൂപ വെച്ചിട്ട് ബിക്ക് ഓരോ വർഷവും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബിന്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 1,800. ഓക്കെ, സോ എത്ര കാലത്തേക്കാണ് നിക്ഷേപിച്ച് നമുക്ക് അറിയില്ല. സോ അത് അവിടെ നിൽക്കട്ടെ കേട്ടോ. നമുക്കറിയാം ഇവിടെ ഈ ഇൻവെസ്റ്റഡ് ഹിസ് മണി ഡബിൾ ദ ടൈം പീരീഡ് ഫോർ വിച്ച് ബി ഇൻവെസ്റ്റഡ് എന്ന് പറയുന്നു. നമുക്ക് സപ്പോസ് ബി നിക്ഷേപിച്ചത് എക്സ് ഇയേഴ്സിനാണെന്ന് വിചാരിക്കാം. അപ്പൊ 1,800 ഇൻറ്റു എക്സ്, ഓരോ വർഷവും നമുക്ക് 1,800 വെച്ച് കിട്ടുന്നുണ്ടെങ്കിൽ എക്സ് ഇയേഴ്സ് കൊണ്ട് 1,800 ഇൻറ്റു എക്സ് ആയിരിക്കും
പിക്ക് കിട്ടുന്ന ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് അല്ലെ, ടോട്ടൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന സാധനം. ഇനി ഇക്ക് കിട്ടുന്ന ടോട്ടൽ ഇൻട്രസ്റ്റോ, ഈയുടെ കേസിൽ നമ്മൾ നോക്കുമ്പോൾ ഇക്ക് 20,000 രൂപയാണ് നിക്ഷേപിച്ചിരിക്കുന്നത്, 8% ഇൻട്രസ്റ്റ് റേറ്റ്. സോ 20,000ത്തിൽ 1% എന്ന് പറഞ്ഞാൽ 200 ഇൻറ്റു 8 എന്ന് പറയുമ്പോൾ 8% കണ്ടുപിടിക്കുമ്പോൾ 1,600 വെച്ചിട്ടാണ് അല്ലെ. അപ്പൊ 1,600 ഇൻറ്റു നമുക്കറിയാം എത്ര കാലത്തേക്കാണ് ഈ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്, എത്രയാണോ ബി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് അതിന്റെ ഡബിൾ ടൈം. അപ്പൊ ബി എത്ര കാലത്തേക്കാണ് നിക്ഷേപിച്ചിരിക്കുന്നത്, എക്സ് ടൈം എന്നുള്ളത് നമ്മൾ എടുത്തിരുന്നു. അപ്പൊ ഈ എത്ര കാലത്തേക്കായിരിക്കും, അതിന്റെ ഇരട്ടി എന്ന് പറയുമ്പോൾ 2x ടൈം ആയിരിക്കും അല്ലെ. സോ ഇനി നമ്മൾ നോക്കിക്കേ, ഇത് തമ്മിലുള്ള ഡിഫറൻസ്, ഇയും ബിയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 4,200 ആണ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു. ഇതാണ് ഇക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ്, ഇതാണ് ബിക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ്. അപ്പൊ എങ്ങനെ വരാം, 1,600 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 3,200 എക്സ് മൈനസ് എത്രയാണ് 1,800 എക്സ് ഈക്വൽ ടു എത്രയാണ് വരും, 4,200 ആയിരിക്കും അവിടെ ഇൻട്രസ്റ്റ് തമ്മിലുള്ള ഡിഫറൻസ് അല്ലെ. അപ്പൊ 3,200 മൈനസ് 1,800 എത്ര വരാം, 1,400 എക്സ് ഈസ് ഈക്വൽ ടു 4,200 എന്ന് കിട്ടും അല്ലെ. സോ അങ്ങനെയാണെങ്കിൽ എക്സ് എത്രയായിരിക്കും എന്നുള്ളത് ആലോചിച്ച് നോക്കിയേ, എക്സ് ഈക്വൽ ടു 4,200 ഡിവൈഡഡ് ബൈ എത്ര വരാം, 4,200 ഡിവൈഡഡ് ബൈ 1,400 എന്ന് വരും അല്ലെ. സോ എത്രയാണ് 1,400 4,200 പോവാ, 3 പ്രാവശ്യമായിരിക്കും പോവാ കേട്ടോ. അപ്പൊ എക്സ് ഈക്വൽ ടു 3 എന്ന് കിട്ടി. എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ബി ഇൻവെസ്റ്റ് ചെയ്ത കാലാവധിയാണ്. ചോദ്യം ആരുടെയാണ്, ഇക്ക് എത്ര രൂപയാണ് തിരിച്ചു കിട്ടുക എന്നുള്ളതാണ് ചോദ്യം അല്ലെ. അപ്പൊ ഈ എത്ര കാലത്തേക്കാണ് നിക്ഷേപിച്ചിരിക്കുന്നത്, എക്സിന്റെ ഇരട്ടി കാലത്തേക്ക് എന്ന് വെച്ചാൽ ബി എക്സ് കാലാവധി ആണെങ്കിൽ ഈ അതിന്റെ ഇരട്ടി കാലാവധിക്കാണ് നിക്ഷേപിച്ചിരിക്കുന്നത്. സോ 2x കാലാവധിക്ക എന്ന് വെച്ചാൽ 2 × 3 6 ഇയേഴ്സിനാണ് നിക്ഷേപിച്ചിരിക്കുന്നത്. സോ 1,600 × 6 എന്ന് വെച്ചാൽ ഓരോ വർഷവും 1,600 വെച്ചിട്ടല്ലേ. അപ്പൊ 1,600 × 6 9,600 രൂപയാണ് ആർക്ക് കിട്ടുന്നത്, ഈക്ക് അവിടെ എന്തായിട്ട് കിട്ടുന്ന ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടുന്നത്. ശ്രുതി എന്താ, എത്ര രൂപയാണ് ഈക്ക് കിട്ടുന്നത് എന്നുള്ളതല്ലേ. സോ 20,000 രൂപയാണ് അവിടെ ഈ നിക്ഷേപിച്ചിരിക്കുന്നത്, 9,600 രൂപ ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടുകയാണെങ്കിൽ 20,000 പ്ലസ് 9,600 29,600 രൂപയായിരിക്കും ആർക്ക് കിട്ടുക, ഈക്ക് കിട്ടുക. സിമ്പിൾ അല്ലേ, യെസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുമ്പോ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ഇഫ് ദ ഇൻട്രസ്റ്റ് റിസീവ്ഡ് ബൈ എഫ് ഈസ് ₹7,575 മോർ ദാൻ ഇൻട്രസ്റ്റ് റിസീവ്ഡ് ബൈ ഡി ആൻഡ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് റിസീവ്ഡ് ബൈ എഫ് ഈസ് 2% മോർ ദാൻ ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് റിസീവ്ഡ് ബൈ എ. അപ്പൊ എക്ക് എത്ര റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കിട്ടുന്നു അതിന്റെ 2% കൂടുതലാണ് ആർക്ക്, എഫിന്. എന്ന് വെച്ചാൽ എഫിന് എത്ര പെർസെന്റേജ് ആയിരിക്കും കിട്ടുക, 6% പ്ലസ് 2% 8% ആയിരിക്കും കിട്ടുക അല്ലെ. ഇനി എന്താണ് ചോദ്യം, അപ്പൊ നമുക്ക് ആദ്യം ഒന്ന് എന്ത് കണ്ടുപിടിക്കാം, ഇവർക്ക് എത്രയാണ് ഇൻട്രസ്റ്റ് എന്നുള്ളത് കണ്ടുപിടിക്കാം കേട്ടോ. 60,000ന്റെ 8%, 60,000ന്റെ 1% 600 ഇൻറ്റു 8 ചെയ്യുമ്പോൾ നമുക്ക് 8% കിട്ടും അല്ലെ. 600 ഇൻറ്റു 8 എത്രയാ, 6 8 48 2 0 4,800 ഒരു വർഷത്തേക്ക്. സോ എത്രയാണ് ഇവിടുത്തെ കാലാവധി, 2 വർഷത്തേക്കാണ്. അപ്പൊ 4,800 ഇൻറ്റു 2 9,600 ആയിരിക്കും ആർക്ക് കിട്ടുന്നത്, എഫിന് കിട്ടുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന സമയം അല്ലെ. ഇനി ചോദ്യം എന്താ, ഇഫ് ദ ഇൻട്രസ്റ്റ് റിസീവ്ഡ് ബൈ എഫ് ഈസ് ₹7,575 മോർ ദാൻ ദ ഇൻട്രസ്റ്റ് റിസീവ്ഡ് ബൈ ഡി എന്ന് പറയുമ്പോ അല്ലെ, ഡിക്ക് കിട്ടുന്നതിനേക്കാൾ എത്ര കൂടുതലാണ്, 7,575 കൂടുതലാന്നാ പറഞ്ഞേ എഫിന്. ഡിക്ക് എത്രയായിരിക്കും കിട്ടുക, ഡിക്ക് കണ്ടുപിടിക്കുന്നത് എങ്ങനെയായിരിക്കും, 9,600 മൈനസ് 7,575 അല്ലെ. എത്ര കിട്ടുക, 9,600 മൈനസ് 7,575, 9,600 മൈനസ് 7,000 2,600, 2,600 മൈനസ് 500 2,100, 2,100 മൈനസ് 75 എത്ര വരിക, 2,025 ആയിരിക്കും ഡിക്ക് കിട്ടുന്ന എന്ത് ഇൻട്രസ്റ്റ് അല്ലെ. ഡിക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് എത്രയായിരിക്കും, 2,025 രൂപയായിരിക്കും ആണല്ലോ. യെസ്. അപ്പൊ ഇനി എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്, അപ്പൊ 2,025 രൂപയാണ് ഡിക്ക് കിട്ടുന്നത്. ഇനി നിങ്ങൾ നോക്കി ഡിയുടെ കേസിൽ നോക്കി എത്ര വർഷം കൊണ്ടാ ഡിക്ക് 2,025 കിട്ടുന്നത്, 3 വർഷം കൊണ്ട്. ഒരു വർഷത്തിൽ എത്ര വെച്ചിട്ടായിരിക്കും കിട്ടുന്നുണ്ടാവുക, 2,025 ബൈ അല്ലെ. സോ 2,025 ബൈ 3 എത്രയാ നോക്കി 20 ൽ 3 3 6 18 അല്ലെ. ബാക്കി 2 ശിഷ്ടം 22ൽ 7 പ്രാവശ്യം 3 7 21, ബാക്കി 15 എന്ന് പറയുമ്പോൾ 5 പ്രാവശ്യം. എന്ന് വെച്ചാൽ ഓരോ വർഷവും ആൾക്ക് 675 രൂപ വെച്ച് കിട്ടിക്കൊണ്ടിരിക്കും ആണല്ലോ. 675 രൂപ വെച്ചിട്ടാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ 675 രൂപ എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക, 675 എത്ര വർഷം കൊണ്ടാണ് കിട്ടുന്നത്, 675 675 ഓരോ വർഷത്തെയും പലിശയാണ് അല്ലെ. എത്ര രൂപയിലാണ് കിട്ടുന്നത്, 45,000ന്റെ എത്ര പെർസെന്റേജ് ആണ് 675 എന്ന് കണ്ടുപിടിച്ചാൽ പോരെ. നമുക്കറിയാം 45,000ന് 1% എന്ന് പറയുമ്പോൾ 450 ആണ്.
അല്ലെ 1% 450 അല്ലേ? ഓക്കെ 450 ആണ് 1%. സോ എത്രയായിരിക്കും 0.5%? 1%ന്റെയും പകുതി ആയിരിക്കില്ലേ 0.5%? അപ്പൊ 450ന്റെ പകുതി 450ന്റെ പകുതി എത്രയാ 1% 450 ആണ് കേട്ടോ. ഓക്കെ 45,000 ആണ് ഡി നിക്ഷേപിച്ചിരിക്കുന്നത്. സോ അതിന്റെ 1%, അതായത് നമുക്ക് വേണ്ടത് എന്താണ് 675 രൂപയാണ് ഇവിടെ ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടുന്നത് അല്ലെ ഓരോ വർഷവും. ഈ 675 രൂപ 45,000ത്തിന് എത്ര പെർസെന്റേജ് ആണെന്ന് കണ്ടുപിടിച്ച് നമുക്ക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കിട്ടി അല്ലെ. സോ ഞാനത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമല്ലോ. നമ്മൾ ആദ്യം തൊട്ടേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാധനമാണ്. ഞാൻ നിക്ഷേപിച്ച പൈസയുടെ എത്ര പെർസെന്റേജ് എന്ന് പറയുന്നതാണ് ഒരു വർഷം എനിക്ക് കിട്ടുന്ന പലിശ. അപ്പൊ 675 ആണ് ഒരു വർഷത്തെ പലിശ. സോ 45,000ത്തിന് എത്ര പെർസെന്റേജ് ആണെന്ന് കണ്ടുപിടിച്ചാൽ മതി അല്ലെ. 45,000ത്തിന് 1% 450 ആയിരിക്കും. എത്രയായിരിക്കും 450ന്റെ പകുതി എന്ന് പറയുമ്പോൾ എത്ര വരിക 225. ഇത് രണ്ടും കൂടെ കൂട്ടി നോക്കിയേ. ദാറ്റ് മീൻസ് 225 എന്ന് പറയുന്നത് 0.5% ആയിരിക്കും അല്ലെ. സോ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടുക 450 പ്ലസ് 225 5 5 2 7 4 2 6 675 രൂപ ആണ് കിട്ടുന്നത് അല്ലെ. അപ്പൊ എത്ര പെർസെന്റേജ് ആയിരിക്കും 1.5% ആയിരിക്കും ഇവിടുത്തെ 675 എന്ന് പറയുന്നത്. അപ്പൊ കിട്ടുന്ന ഇൻട്രസ്റ്റ് റേറ്റ് എത്രയായിരിക്കും 1.5% ആയിരിക്കും. ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ ഇത്രയുമായിരുന്നു ചോദ്യങ്ങൾ ഉണ്ടായിരുന്നത്. ഈ ചോദ്യങ്ങളെല്ലാം സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. സോ അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമ്മുടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ചോദ്യങ്ങളായിട്ട് കണ്ടുപിടിക്കാം അല്ലെ. അടുത്ത ക്ലാസ്സിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് കഴിഞ്ഞാൽ അടുത്തൊരു വരുന്ന പോർഷൻ ഏതാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. അപ്പൊ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ചോദ്യങ്ങളായിട്ട് കണ്ടുപിടിക്കാം. അപ്പൊ അതുവരേക്കും താങ്ക് യു വെരി മച്ച്.